കിച്ചണില് ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ രാവിലത്തെ പണിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. മുറ്റത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. കുറച്ച് കുരുമുളക് ഉണ്ട്. സാധാരണ ഇത് വന്ന് ഇങ്ങനെ പഴുത്തുകാണ്ട് കുരുമുളക് കിട്ടാറില്ല കേട്ടോ. കാരണം അതിന് മുന്നേ തന്നെ കുരുമുളക് ഉണ്ടായി വരുമ്പോ തന്നെ മുന്നിക്കുട്ടന് അതൊക്കെ പറിച്ചിട്ട് കളയാറാണ് പതിവ്. 2-3 പ്രാവശ്യം അങ്ങനെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് പഴുത്തത് കണ്ടപ്പോ ഞാനൊന്ന് പറിച്ചിട്ട് വെയിലത്ത് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് കുറച്ചാണെങ്കിലും കിട്ടുമല്ലോ. ഇവിടെ ഒരു 3 വർഷം മുൻപാണ് നമ്മൾ 4 വർഷത്തോളായിട്ടോ അപ്പൊ വീട് വെച്ചിട്ട്. ഇപ്പൊ ഇതിനൊരു 3 വർഷമായി. അന്നോട്ട് ഇതിൽ കായ ഉണ്ട് കേട്ടോ. 500 രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണ്. ഈ ചട്ടിയിൽ തന്നെ ആയിരുന്നു. കുറ്റി കുരുമുളകാണെന്നും പറഞ്ഞാണ്ട് വാങ്ങിയതാണ് കേട്ടോ. പച്ചക്ക് ഞാനിത് മുന്നേ പറിച്ചിട്ട് അരക്കാറുണ്ട്. നമ്മള് മീനിലേക്കും ചിക്കനിലേക്കും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അരക്കാൻ വേണ്ടിയിട്ട് പറിച്ചെടുക്കാറുണ്ട് കേട്ടോ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. തീ പിടിപ്പിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് ഉള്ള പണി തന്നെയാണ് കേട്ടോ. കാരണം പെട്ടെന്ന് കത്തി കിട്ടൂല. എന്നിട്ട് കുറെ പേപ്പർ കത്തിച്ചിട്ട് വേണം. എന്നാലും ഇപ്പൊ കുറെ റെഡി ആയി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉമ്മയ്ക്കാണെങ്കിൽ പെട്ടെന്ന് തീ പിടിപ്പിക്കും. അത് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളിങ്ങനെ അടുപ്പില് കുറെ സമയം, എന്നാലും ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ വേറെ കുറെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കുക. ചെറുതായിട്ട് മൂത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഇത് നല്ല കറി വെച്ചപ്പോ, കറിയല്ല തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അപ്പൊ ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഭൂരിയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭൂരിയും ചുട്ടെടുത്തിട്ടുണ്ട്. പകുതി മുന്നേ ശൂഷം ചെയ്തു. എനിക്ക് ഇന്നലെ എൻ്റെ അയൽവാസി ഒരു ഉമ്മ ഒരു ചക്ക തന്നതായിരുന്നു കേട്ടോ. അപ്പൊ ഇതിന് പകുതി ഭാഗം ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കത്തിയിലും കയ്യിലൊക്കെ ഞാൻ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ചക്കയുടെ പശ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ മുകൾ വശത്തെ ഇന്നലെ കട്ട് ചെയ്ത് ഇപ്പൊ ഈ ഉണങ്ങി കിടക്കുന്ന ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ചെറുതായിട്ട് മൂത്തിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇത് നല്ല കറി വെച്ചപ്പോ, കറിയല്ല ഉണ്ടാക്കിയ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
ഇന്നലെ കട്ട് ചെയ്തോണ്ട് തന്നെ ഇന്ന് പശ അല്പം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഒത്തിരി പശ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് പശ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇത് പച്ചയാണ് കേട്ടാ. ഗ്രീനും വൈറ്റും ആണ്. യെല്ലോ ആവട്ടെ കേട്ടോ, എന്നിട്ട് ശുശ്രൂഷ തരാട്ടോ. ഇത് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാനാണ് കേട്ടാ. ഓ ശുശു ചോക്ലേറ്റ് തിന്നിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടില്ലല്ലോ. പശയാണ് പിന്നെ, പശയാണ്, കയ്യിലൊട്ടി പിടിക്കും. ഓയില് തരാം, കോക്കനട്ട് ഓയില് തരാം മമ്മി, സ്ക്രബ് ചെയ്യാന്. മമ്മിയുടെ കയ്യിൽ കണ്ടോ ഓയില് പറ്റിയിട്ട് സ്ക്രബ് ചെയ്യാട്ടാ. എന്താ എന്ത് പറ്റി ബേബിക്ക്, എന്ത് പറ്റി? ഓ നമ്മുടെ വെള്ളക്കൂടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.25 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതന്നെ കുറച്ച് ബാക്കി ഉണ്ടാവും കേട്ടോ ഉച്ചക്ക് കഴിച്ചാല്. അപ്പൊ നമ്മുടെ ചക്ക കുരുവും ചുളയും മടലും എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചെറുതാക്കിയിട്ടൊന്നുമില്ല, കാരണം നല്ലോണം പെട്ടെന്ന് കുക്കാവുന്നുണ്ട് കേട്ടോ. നല്ലോണം കുക്കായി കിട്ടുന്നുണ്ട്, അത് പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. ഞാൻ ഇന്നലെ വെച്ചപ്പോ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട്, അപ്പൊ അതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുവൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അതുകൊണ്ടാണ് ഇതിന്റെ കുരു ഒന്നും കളയാണ്ടേ തന്നെ എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയിട്ടാണ് കേട്ടോ ഞാനിത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ചക്ക നമ്മൾ ഉരുളിയിലേക്കൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മാത്രമാണ് വേവിച്ചെടുക്കുന്നത്. വെന്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങയൊക്കെ ചതച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3/4 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഉരുളിയിലായതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കുക എന്നുള്ളത് കൊണ്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ ചോറൊന്ന് കുക്കായി വന്നാൽ അപ്പോൾ നമുക്കിത് ഉരുളി ഒന്ന് അടുപ്പത്തേക്ക് മാറ്റാം കേട്ടോ. ചോറ് പകുതി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കിച്ചണിലുള്ള കുറച്ച് പാത്രങ്ങൾ ഞാനൊന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചോറ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ഉരുളി, ചക്ക ഇട്ട് കൊടുത്തിട്ടുള്ള ഉരുളി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോറൊന്ന് വാർത്തെടുക്കാണ് കേട്ടോ. ഞാനിങ്ങനെ കോരി ഉപയോഗിച്ചിട്ടാണ് വാർത്തെടുക്കാറുള്ളത്. മറ്റേതുപോലെ വാർക്കാൻ എനിക്ക് കഴിയില്ല, പേടിയാണ്. കുറച്ച് സമയം വേവുള്ള അരിയാണ് കേട്ടോ. നല്ല വേവുണ്ട് ഇതിന്. പിന്നെ നവരരി കൂടെ ചേർത്തുകൊണ്ട് നവരരി കുക്കായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. വെന്തിട്ടില്ലെങ്കിൽ നവരരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ടേസ്റ്റിന്റെ കാര്യം മാത്രമല്ല, കഴിക്കാൻ കഴിയില്ല നവരരി അങ്ങനെ കുക്കായി വന്നിട്ടില്ലെങ്കിൽ. നമ്മുടെ ചക്കയിലേക്ക് ചൂട് കയറി തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. വെള്ളമൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ നമ്മൾ നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂട് കയറട്ടെ, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ചോറൊക്കെ ഇവിടെ വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഞ്ഞി ഉണ്ടാക്കിയ കലത്തുനിന്ന് കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ കലക്ക് അപ്പം തന്നെ കഴുകി വെച്ചു. ഞാനിവിടെ 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണ് ഓയിലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
തിളച്ചിട്ടുള്ള വെള്ളമാണ് ഞാനൊരു കപ്പിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിലുള്ള മെല്ലെ മെല്ലെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടാണ് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് പിന്നെയാണ് കൈവച്ച് കുഴച്ചെടുക്കുന്നത്. നല്ലതുപോലെ ഒരുപാട് സമയം സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ട് വേണം നമ്മൾ ചപ്പാത്തിക്കും ഭൂരിക്കും കൂടെ മാറ്റി വെക്കാൻ. മക്കൾക്ക് ഭൂരി വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്, ശുഷിപ്പെണ്ണാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഭൂരി വേണമെന്ന്. അതുകൊണ്ടാണ് ഭൂരിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇക്കാക്കും എനിക്കും എണ്ണയില്ലാതെ ചപ്പാത്തിയാണ് ചുട്ടെടുക്കുന്നത്. ചപ്പാത്തിക്കാണെങ്കിലും ഭൂരിക്കാണെങ്കിലും നല്ലതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ കുഴക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പോഴേ ഉള്ളൂ മാവ് നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവേ, ഭൂരി നല്ല പൊങ്ങി കിട്ടുകയും ചെയ്യാം കേട്ടോ. ഭൂരി മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ റവയും 2 ടീസ്പൂൺ മൈദയും കൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു മുരിമുരിപ്പുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരുപാട് സമയം വെച്ചാലും താഴ്ന്നു പോവാത്ത പൊള്ളയായിട്ട് തന്നെ നിൽക്കുന്ന ഭൂരി നമുക്ക് കിട്ടും കേട്ടോ. ഇവിടെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചായയും കടിയൊക്കെ കഴിക്കാറ് കേട്ടോ. പിന്നെ ഇന്നലെ നൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഇച്ചിരി വൈകുകയും ചെയ്യും. മക്കളും തന്നെ രാവിലെ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിച്ചിട്ട്, ചിലപ്പോൾ പഴം പുഴുങ്ങിയിട്ടൊക്കെയാണ് രാവിലെ ഞാൻ കൊടുക്കാറ് കേട്ടോ. അല്ലെങ്കിൽ ഒരു മുട്ടയോ പഴമോ പാലോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു 10 മണിയാവുമ്പോൾ ചായ മതി കേട്ടോ. സാധാരണ പൊതുവെ അങ്ങനെയാണ്. ഉച്ചയ്ക്ക് ലഞ്ച് കറക്റ്റ് 1 മണി 1:30 സമയത്ത് കഴിക്കും. മക്കൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ തന്നെ അവരങ്ങനെ ശീലമായതുകൊണ്ട് 9 മണിക്ക് ആണ് അവർ ഫുഡ് കഴിക്കാറ് കേട്ടോ. 9-10 മണിയൊക്കെ ആവും ചില സമയത്ത്. ഇപ്പോൾ സ്കൂൾ അവധി ആയതുകൊണ്ട് കാരണം കുറച്ചുകൂടെ വൈകിട്ടാണ് അവർ എഴുന്നേക്കാറ്. അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ 8-9 മണിയൊക്കെ ആകുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ചായയും കടിയൊക്കെ കൊടുത്ത് പിന്നെ ഒരു 10 മണിക്കാണ് അവർ ശരിക്കുള്ള ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരല്പം ലേറ്റായിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. എനിക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നേരത്തെ ഉണ്ടാക്കും. കാരണം ചോറ് കൊണ്ടുപോകുന്നതുകൊണ്ട് ചോറും ചായയും കടിയും എല്ലാം നേരത്തെ ആവണ്ടേ. ആ സമയത്ത് മാത്രമാണ് നേരത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോഴും മക്കൾക്കുള്ളത് ഞാൻ അവർ എഴുന്നേറ്റിട്ടേ ഉണ്ടാക്കാറുള്ളൂ. ചിലപ്പോൾ അപ്പോ ദോശയൊക്കെ ആണെങ്കിൽ അവർ ചൂടോടെ കഴിക്കുള്ളൂ കേട്ടോ. ഒക്കെ ഞാനും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഭൂരി ഉണ്ടാക്കാനുള്ളത് ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നത്, ചപ്പാത്തിക്കുള്ളതാണ് വലിയ ബോൾസ് ആക്കി എടുത്തിട്ടുള്ളത്. കല്ലൊക്കെ ഞാനൊന്ന് തുടച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ള കുറച്ച് എണ്ണയായതാണ് ഇത്. ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഭൂരിക്കുള്ളത് മാത്രം പ്രസ്സിലൊന്ന് പരത്തുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ചക്ക കുക്കായി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്കുള്ള അരപ്പും തയ്യാറാക്കണം. നമ്മുടെ ചപ്പാത്തിയോട് പരത്തി കഴിയണം കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന്. അപ്പൊ നമ്മുടെ ചക്ക ഏകദേശം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി കൊടുക്കാന്ന് കേട്ടോ. ഇത് കുറച്ച് വെള്ളം ഇതൊക്കെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് മൂപ്പാവാത്ത ചക്കയല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഇതിൽ തന്നെ ഉണ്ട്. കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ ഒന്ന് അരച്ചിട്ട് വരാം. ഞാനൊരു തേങ്ങയുടെ 1/4 ഭാഗം തേങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് അധികം തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ വലിയ ജീരകം എടുത്തിട്ടുണ്ട് കുറച്ച്, അതുപോലെ 3 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കാന്താരിമുളകും പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വരാം.
അപ്പൊ നമ്മുടെ ചക്ക നല്ലതുപോലെ ഞാൻ ഈ തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉടച്ചെടുക്കാൻ പാടാണ് കേട്ടോ. അതുകൊണ്ടാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നതിന് മുൻപേ ഞാൻ ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. ഒരല്പം ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തേങ്ങയും കൂടെ ചേർക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് കുറഞ്ഞ പോലെ തോന്നും. അപ്പൊ ഇനി ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ വേഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തേങ്ങ തന്നെ ഉണ്ട് കേട്ടോ. ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ഒരു 3 മിനിറ്റ് വരെ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അപ്പൊ ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയെല്ലാം അടി പിടിക്കും കേട്ടോ, പാനിൽ പിടിച്ചിരിക്കും. അല്ലെങ്കിൽ പിന്നെ നോൺ സ്റ്റിക്കിന്റെ പാനിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ സമയം വെക്കാൻ പറ്റും. ഇത്ര സമയം മതി, തന്നെ തേങ്ങ കുക്കായി കിട്ടും. ഒരുപാട് സമയം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തേങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം അതിൽ നിന്നുള്ള കോക്കനട്ട് ഓയിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് വരുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഫീൽ ചെയ്യില്ല. അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ തേങ്ങ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. ഇപ്പൊ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് നമ്മൾ കടുവറുത്തെടുക്കാൻ പോവാണ് കേട്ടോ. കോക്കനട്ട് ഓയിലാണ് കടുവറുത്തെടുക്കുന്നത്. ശിശുകുട്ടിക്ക് എന്താണ് വേണ്ടത്? പിങ്ക് ചോക്ലേറ്റ് തരാം കേട്ടോ. അപ്പൊ ഞാൻ കോക്കനട്ട് ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കടുകെല്ലാം നല്ലതുപോലെ പൊട്ടുന്നുണ്ട്. ശിശുകൾ ഇങ്ങോട്ട് മാറി നിന്ന്. അത് നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ താളിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. പയർ വേണ്ടേ? ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാൻ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പൊ ഭൂരി ഓരോന്ന് ഡാഡി ഇതോടെ ബോൾസ് ഇവിടെ വെക്കേ ശുശു കേളും.
അങ്ങനെ നമ്മുടെ ഭൂരിയൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭൂരിയും ചുട്ടെടുത്തിട്ടുണ്ട്. പകുതി മുന്നും ശുഷും ബേബി ഓരോന്നും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ അവിടെ ചൂടോടെയാണ് കഴിക്കുന്നത്. എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ സമയം ഇങ്ങനെ ഉള്ള പോലെ നിൽക്കും, ഇങ്ങനെ തണുപ്പൊന്നും പോകില്ല പെട്ടെന്നൊന്നും. ഇനി നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പാന് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഓ ഇതായിരുന്നോ? ചപ്പാത്തിക്ക് തേങ്ങ കൂട്ടി കഴിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇവിടെ തേങ്ങ കൂട്ടിയിട്ടാണ് ചപ്പാത്തി കഴിക്കാറുള്ളത് കേട്ടോ. അതൊക്കെ അങ്ങനെയാണ് ഇഷ്ടം. അതിന്റെ കൂടെ ചായ. ഇങ്ങനെ ചപ്പാത്തി കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചക്കത്തോരനും മാങ്ങാച്ചാറും നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. അതുപോലെ ചക്കത്തോരനും ചിക്കൻ കറിയും എല്ലാം പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ എടുക്കുന്നത് മാങ്ങാച്ചാറും ചക്കത്തോരനുമാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അച്ചാറും മാങ്ങാച്ചാറും ചക്കത്തോരനും. ഇതുപോലെ മാങ്ങാച്ചാറും കൂട്ടിയിട്ട് ചക്കത്തോരൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുകൊണ്ട് വിടുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഫോർ ഹിസ് ലൈഫ്.